താങ്കൾ ചോദിക്കുന്ന ചോദ്യം ഞാൻ അവരെ എതിർക്കുകയാണെന്നാണ് ചോദിച്ചത്. ഞാൻ ഇത്ര നേരം സംസാരിച്ചിട്ട് അതുവെല്ലാം പറയാം. നിങ്ങളുടെ ഒരു സാധന ക്യാപ്സ്യൂള് എൻ്റെ നാവിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ട. നിങ്ങൾക്ക് കൈരളിയിലേക്ക് ഞാൻ എന്ത് പറഞ്ഞത് വേണമെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് കൊടുക്കാം, ഹെഡിങ് കൊടുക്കാം, എന്ത് ഹെഡിങ് വേണമെങ്കിൽ കൊടുക്കാം, കുഴപ്പമില്ല. ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ട് ഇവിടെ ഇരുന്ന ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരോട് ഞാൻ ഈ 64,000 പേർക്ക് കൊടുത്ത ആനുകൂല്യം തെറ്റായിരുന്നു എന്ന് പറഞ്ഞോ? ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയാ? ഇവർക്ക് ആർക്കും തോന്നിയില്ല. ആർക്കും തോന്നാത്ത കാര്യം നിങ്ങളിങ്ങനെ സ്റ്റോറി ഉണ്ടാക്കി നിങ്ങളുടെ നെറേറ്റീവ് ഇഷ്ടംപോലെ പറഞ്ഞു. നിങ്ങൾ എല്ലാ ദിവസവും പറയുന്നുണ്ടല്ലോ, എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരായിട്ട് 10 വീഡിയോസ് ഇറക്കുന്നുണ്ട്, 5 കാർഡ് ഇറക്കുന്നുണ്ട്. ഞാൻ എല്ലാം കാണുന്നുണ്ട്. രാവിലെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, പലതും ചെയ്യുന്നുണ്ടല്ലോ. അതൊക്കെ ചെയ്തോ. ഇത് അതുമായിട്ട് ബന്ധം. ഇത് ഏറ്റവും പാവപ്പെട്ടവരുടെ വിഷയമാണ് പറഞ്ഞത്. ഞങ്ങൾ അസംബ്ലിയിൽ റൈസ് ചെയ്തിട്ടുണ്ട്. ഈ കണക്ക് ശരിയല്ല. മാത്രമല്ല ഇവർക്ക് പോലും ഈ പറയുന്ന ആനുകൂല്യങ്ങൾ കംപ്ലീറ്റ് എന്ന് സോഫ്റ്റ്വെയറിൽ പറഞ്ഞ് ചെയ്യിപ്പിച്ചേക്കണം. ഇവർക്ക് എല്ലാവർക്കും വീടുണ്ടോ? ആയാ? ഇവർ ക്ലിയർ ചെയ്ത് കിട്ടിയെങ്കിൽ ഇവരെല്ലാം വാടക വീട്ടിൽ നിന്ന് പുറത്തു വന്നോ? ഭൂമിയായോ? വീടായോ? അവർക്ക് 3 നേരം ഭക്ഷണം കിട്ടാനുള്ള സേഫായോ? ഈ 64,000 തന്നെ ആയോ? അവരുടെ ആരോഗ്യം ഫ്രീ ആയിട്ടുള്ള കംപ്ലീറ്റ്, അവരുടെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്തവരല്ലേ, 1 രൂപ കയ്യിലില്ലാത്തവരല്ലേ, അവരുടെ ആരോഗ്യം കംപ്ലീറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യോ? വെറുതെ ഈ രാഷ്ട്രീയ പ്രചരണം തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ഇപ്പോഴാണ് പാവപ്പെട്ടവരെക്കുറിച്ചും ആശാ വർക്കർമാരെക്കുറിച്ചും അംഗൻവാടിയെക്കുറിച്ചും ക്ഷേമോധികാരെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഇറക്കിയപ്പോഴാണ്. അതിനു മുമ്പ് ഒരു ആലോചന ഉണ്ടായില്ലല്ലോ. ഈ 4.5 കൊല്ലം പുച്ഛമായിരുന്നല്ലോ അവിടെ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരോട് പുച്ഛം. എന്നിട്ട് 33 രൂപ ഡെയിലി കൂട്ടിക്കൊടുത്തിട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്? എന്താണ് പറയുന്നത്? ഏത് തരത്തിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു രാഷ്ട്രീയ പ്രചരണം? ഏത് തലത്തിലേക്ക്? 4.5 കൊല്ലം മിണ്ടാതിരുന്നിട്ട് നമ്മളെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുക. അല്ല, ക്ഷേമ പെൻഷൻ കൂട്ടണല്ല. 4.5 കൊല്ലം നിങ്ങളെല്ലാം ഉറപ്പ് കൊടുത്തത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 2,500 രൂപ പെൻഷനാക്കാം. 4.5 കൊല്ലം അനങ്ങാതിരുന്നിട്ട് ഇപ്പം തോറ്റ് തുന്നം പാടുമെന്ന് മനസ്സിലായപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ കൊടുക്കണേനൊന്നും എതിരല്ല. ഞാൻ ഇന്നലെയും പറഞ്ഞു, കൊടുക്കട്ടെ, എത്ര കൊടുത്താലും ഞങ്ങൾക്ക് സന്തോഷം, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുള്ളൂ. പക്ഷെ ഇപ്പോഴാണല്ലോ തോന്നിയത്. ഇപ്പോൾ ഈ ഇലക്ഷൻ അടുത്ത ആഴ്ചയല്ലേ പ്രഖ്യാപിക്കാൻ പോകണം? അല്ല, അടുത്ത ആഴ്ച ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോകുമ്പോഴുള്ള ഈ തോന്നൽ അല്ല ഞങ്ങൾ പറയട്ടെ. നിങ്ങൾ സ്തുതിഗീതം മാത്രം പാടിയാൽ പോരല്ലോ. ഞങ്ങളുടെ റോള് വിദൂഷകരുടെ റോളല്ലല്ലോ. പ്രതിപക്ഷത്തിൻ്റെ റോള് വിദൂഷകരുടെ റോളല്ല. വിദൂഷകരൊക്കെ പാർട്ടിയിൽ കാണും, പാർട്ടിയിലും നിങ്ങളുടെ മാധ്യമങ്ങളിലും കാണും വിദൂഷകർ. ഞങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ റോള് കേരളത്തിലെ ഈ ഭരണത്തിന് സ്തുതിഗീതങ്ങൾ പാടുന്ന വിദൂഷകൻ്റെ റോളല്ല. അല്ലല്ല, അതൊക്കെ ആളുകളെ കബളിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ നുണ പറഞ്ഞുകൊണ്ട് കൊട്ടാരണ്ടാക്കുകയാണ്. നുണ പറഞ്ഞുകൊണ്ട് എന്നത്തെ ഇപ്പോഴത്തെ കാലത്ത് ഈ PR സംവിധാനങ്ങളൊക്കെ ഉള്ളതിൻ്റെ മറവിൽ ഇതെല്ലാം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് യാതൊരു ബന്ധമില്ലത്. അതാണ് അവരൊക്കെ അത് മനസ്സിലാക്കി പോകാതിരിക്കുകയാണ് അവർ ചെയ്യേണ്ടത്. ഇതിലേക്ക് ഇത്തരം ചടങ്ങുകളിലൊക്കെ അല്ല, ഞാൻ പറയുന്നത് ഈ കാപട്യം തിരിച്ചറിയണം. അവരെയൊക്കെ കേരളത്തിലെ ജനങ്ങൾ ബഹുമാനിക്കുന്ന ആളുകളാണ്. ഞങ്ങളിപ്പോൾ നാളെ അവർ ആ മീറ്റിങ്ങിന് പോയാലും പോയില്ലെങ്കിലും അവരോടൊന്നും ഞങ്ങൾക്ക് യാതൊരു ബഹുമാനക്കുറവുണ്ടാവില്ല. ഞങ്ങൾ അവരെക്കുറിച്ചൊന്നും മോശം പോയാലും പോയില്ലെങ്കിലും. പക്ഷേ പോകാതിരിക്കുന്നത് അവരാലോചിക്കണം. ഈ തട്ടിപ്പിനെ അവർ കൂടി പോയി പങ്കാളികളായി നിന്നു കൊടുക്കരുതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.